SR മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അടുത്തുള്ളത് കേട്ടോ. നമ്മുടെ ബഹുമാനപ്പെട്ട നസീബ് റബ്ബാനി ഉസ്താദ്. യൂട്യൂബ് തുറന്നാൽ തന്നെ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് പഞ്ചാബിലെ നല്ല വ്യത്യസ്തമായ കാഴ്ചകളും ഒരുപാട് അറിവുകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ച ഒരു ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ട നസീബ് റബ്ബാനി ഉസ്താദ്. മുസാഫിർ ഓഫ് ദുനിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് സംഘടനാ ബേസിലും അതുപോലെ ഉസ്താദ്മാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ്. അപ്പോൾ ഉസ്താദിനെ ഇന്ന് യാദർശികമായിട്ട് കണ്ടുമുട്ടണം എന്നുള്ളൊരു അത്യാവശ്യമായൊരു കാരണമുള്ളത് കൊണ്ട് തന്നെ ഉസ്താദിനെ ക്ഷണിക്കുകയും അൽഹംദുലില്ലാ ഉസ്താദ് നമ്മളെ എളിയ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയും, എൻ്റെ നാടെന്ന് പറയുമ്പോൾ നമ്മളെ ഭാര്യ വീടാണ് കേട്ടോ, എൻ്റെ അമ്മൂഷനാണ് നിൽക്കുന്നത്. അപ്പോൾ ഉസ്താദ് അങ്ങോട്ട് വരികയും ഉസ്താദിനെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ചെറിയ നിലയ്ക്ക് ഉസ്താദിനൊരു ട്രീറ്റൊക്കെ ചെയ്തു. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഉസ്താദ് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മളിവിടെ കണ്ടുമുട്ടാനും ഇവിടെ വരാനൊക്കെ സാധിച്ചു. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഉസ്താദിന് ഇതിന് മുമ്പ് നമ്മൾ പഞ്ചാബിൽ വെച്ചിട്ട് സർഹിന്ദിൽ വെച്ചിട്ട് ഒരു വട്ടം നമ്മൾ കണ്ടുമുട്ടി അല്ലേ? അന്ന് വലിയ തിരക്കിലായിരുന്നു. ഇൻട്രോ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാത്തത് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ യാത്ര ചെയ്തു, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തു. അപ്പോ അങ്ങനെ കൂടെ കൂടി ഒരുപാട് ആളുകൾ വലിയൊരു കുടുംബമായി മാറിയിരിക്കും. ശരിക്കും പറഞ്ഞാല് യാത്ര നമ്മൾ ഇഷ്ടപ്പെട്ടത് കൂടിയവരുണ്ടാവും, അതുപോലെ യാത്ര ഇഷ്ടപ്പെട്ട കൂടിയവരുണ്ടാവും. ഞാൻ ഇവരൊക്കെ ക്ഷണിച്ച് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അമ്മോശം, അതായത് ഉപ്പ തന്നെ പറയണം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാല് അമ്മോശം എന്നുള്ള പദം എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. എന്താ പറയാ, നിക്കാഹോടുകൂടെ നമ്മുടെ ഉപ്പയായി മാറാൻ ശരിക്കും. നമ്മളെ ഭാര്യ വീട്ടുകാരായാലും നമ്മളെ വീട്ടുകാരായാലും ആ ഒരു ബന്ധം ഒരു വല്ലാത്തൊരു ബന്ധമാണ്. അതെ, അപ്പൊ വാപ്പയുടെ സ്ഥാനത്ത് തന്നെയാണ് നമ്മള്. എന്തായാലും അൽഹംദുലില്ലാ വന്നു. ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ച ശേഷമാണ് പിന്നെ ഇപ്പോ നിൽക്കുന്നത്. എന്താ പറയാ, വന്ന ഉടനെ ഉസ്താദ് നമ്മള് ഇന്റർവ്യൂ എടുത്ത് പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്താന്ന് കരുതി. പിന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ആദ്യം ഭക്ഷണമൊക്കെ കൊടുത്തു. അവസ്ഥ എങ്ങനെയാണ് നമ്മള് കൊടകിലേക്കുള്ള ഒരു യാത്ര? ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. ഏകദേശം 60 കിലോമീറ്ററോളം ഉണ്ട്. നിങ്ങൾ ഇവിടെ നിന്നിട്ട് വീട്ടിൽ നിന്ന് ഇവിടെ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ ചുരങ്ങൾ കാരണം പിന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അതായത് ഇവിടെ കൊടകിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാൻ വളരെ ഒരു ശരീരത്തിനൊക്കെ വളരെ റാഹത്തുള്ള അറിയാം. കാരണം കുറെ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഇവർക്കും ചിലപ്പോ അങ്ങനെ ഉണ്ടല്ല, കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ചിലപ്പോ ഇവരൊന്നും ആസ്വദിക്കുന്നുണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് എപ്പോഴെങ്കിലും കയറി വരുന്ന നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വന്നു, നല്ല സ്വീകരണം അൽഹംദുലില്ലാ, നല്ല ഭക്ഷണം കഴിച്ചു. വ്യത്യസ്തമായ ഭക്ഷണം കേട്ടോ. അപ്പോ എന്താ പറയാ, ഇവിടെ ഭക്ഷണം വേണ്ടാന്ന് വിളിച്ചറിഞ്ഞിട്ടാ വന്നത് കേട്ടോ. പിന്നെ എന്തായാലും നമ്മളൊരു ആതിഥ്യ മര്യാദ സോറി, അപ്പൊ അത് നമ്മൾ കാണിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് തട്ടിമുട്ടിട്ട് പെട്ടെന്നാക്കിയാണ്, ഇല്ലെങ്കിൽ ഒന്നും കൂടി വിപുലമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. വളരെ റാഹത്തായിട്ടുണ്ട്. എന്തായാലും തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചൊരു നാരങ്ങ കിട്ടി. ഉപ്പാക്കുള്ള ഒരു സങ്കടം കൂടെ പറയാം. ഉപ്പ എന്നോട് പങ്കുവെച്ച സങ്കടം ഒന്നും ഇല്ലല്ലോ മോനെ, പിന്നെ നാട്ടിലേക്ക് തരാൻ വേണ്ടി. കാരണം പൊതുവെ അങ്ങനെ ഒരു സംസ്കാരമുണ്ട് ഈ നമ്മുടെ നാടും ഈ കൊടകുമായിട്ട്. കാരണം പലപ്പോഴും നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ വെറും കൈ ഇവിടെ പോകാറില്ല. സിദ്ധാപുരം വരികയാണെങ്കിൽ ഓറഞ്ച്, ചിക്കു, അതുപോലെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഇല്ലേ, ഒരുപാടുണ്ട്. സപ്പോട്ട, വട്ടുകൂട്ട്, അങ്ങനെ. പക്ഷെ ഇതിപ്പോ മഴന്റെ സമയത്ത് കൊണ്ട് പ്രത്യേകിച്ച് അതൊന്നും ഇല്ല അല്ലെ. പിന്നെ മഴപ്പുളി ഉണ്ട്, നമ്മളെ ഏരിയ വേറെ ഓറഞ്ച് കിട്ടും, അത് നമ്മളെ ഏരിയയിലാണ് സംഘടിപ്പിക്കുക. എന്തായാലും മൂപ്പർ ആ ഒരു സങ്കടം എന്നോട് നേരിട്ട് പങ്കുവെച്ചു. ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ അറിയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ലൊക്കേഷൻ എന്റെ കയ്യിലുണ്ട്, ഇനി വീണ്ടും വരാലോ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞത് ഏതായാലും കൊടകിക്ക് വരുമ്പോ ഒരു റൈഡൊക്കെ ആയിട്ട് ഭാര്യനായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കാണാനും പറ്റുമായിരുന്നു. ഇതിനേക്കാളും നല്ല നാട് കണ്ടു വന്ന ആൾക്കാരാട്ടോ. അപ്പൊ നമ്മളിവരോട് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഓരോ നാടും ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ്. അപ്പൊ ഏതായാലും ഉസ്താദിന്റെ അനിയനായിട്ട് വന്നു. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ഇവിടെ വേറെ ഫാമിലി ഒക്കെ ഉണ്ടോ? ഇവിടെ ഇല്ല, നമുക്ക് ഫാമിലി ഇവിടെ കുഞ്ചിലും ഭാഗത്തുണ്ട്. ഉസ്താദിനെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് കൊടകിൽ വന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മുമ്പ്. പിന്നെ നമ്മള് അൽഹംദുലില്ലാ ഇതിപ്പോ രണ്ടാമട്ടാണ് കണ്ടുകിട്ടുന്നത്. പിന്നെ ഫോണിലൂടെ നമ്മള് പലവട്ടം
ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, ഇടക്കിടക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉസ്താദിന്റെ ഒപ്പമുള്ള നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട മൊയ്ത് അമാനി ഉസ്താദ്, മൂപ്പരും ഇതേപോലെ ഇടക്കിടക്ക് നമ്മളായിട്ട് ബന്ധമുണ്ട്. യൂട്യൂബുമായി സംബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉസ്താദിനെ ബന്ധപ്പെടുമ്പോൾ അൽഹംദുലില്ലാ ഒഴിവിനനുസരിച്ച് നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ്. പിന്നെ ഉസ്താദിനിക്ക് എന്താ നമ്മളെ ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ പറയണ്ടല്ലോ, ഒരുപാട് രാജ്യത്തൊക്കെ നമ്മൾ താമസിച്ച് കുറിച്ചുള്ള ആളാണ്, പ്രത്യേകിച്ച് റബീലോനും കൂടിയാണ്. അത് എന്താണ് നമ്മൾ ആൾക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നസീഹത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് പങ്കുവെക്കാനാണ്? നമുക്ക് കൂടുതൽ പറയാനുള്ള എക്സ്പീരിയൻസ് ഏകദേശം 3 വർഷത്തോളായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാത്തൊരു യാത്ര. പുതിയ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നു. കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് പുതിയ ആളുകളെയാണ് പിന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഓരോ ആളുകള്, ഓരോ നാടുകള്, ഓരോ രീതികളൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ്. വീടുകൾ കേരളത്തിൽ ഒരുപാട് വ്യത്യാസം മുമ്പിൽ കണ്ടില്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഏകദേശം ഒരു കേരളത്തെ പോലെ വീടുകളിൽ മാറ്റം ഉണ്ടായി വരുന്നുണ്ട്. നേരെ മറിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആ മാറ്റം ഇല്ല നിലവിൽ. പക്ഷെ ഒരുപക്ഷെ ഉണ്ടാവും കേട്ടോ. കാരണം ഇതിനു മുമ്പൊക്കെ ഇതിനങ്ങാണ്ട് ചെറിയ വീടുകൾ 136 വീടുകൾ വെള്ളം കയറിയിട്ട് മുങ്ങി. അതെ, അവിടെ പോയാണ് നമ്മളും സ്ഥലം എടുത്തിട്ടുണ്ട്. നല്ലൊരു വീടാണ് ഇതുവരെയ്ക്ക് പോയൊക്കെ ആയതുകൊണ്ട്. പിന്നെ അപ്പൊ അങ്ങനെയാണ് കൊടകിന്റെ ഒരു കഥ. പൊതുവെ പാവങ്ങളാണ് കൂടുതലും. അതെ, പൊതുവെ അങ്ങനെ. കാരണം ഈ കൃഷിയിടത്തിൽ കൃഷിപ്പണി തന്നെയല്ലേ കൂടുതൽ. പിന്നെ വേറൊരു സംഭവം ഉണ്ട് സാർ, ഈ നിങ്ങളല്ലാതെ വേറെ കുടുംബന്മാരെന്നൊക്കെ പറയും, അവര് കണ്ടമാന സ്ഥലവും ഏക്കർ കണക്കിന് ജമീനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവര് വീട് കൊണ്ട് കാണിക്കില്ല. മനസ്സിലായോ? വീടും പത്രാസൊക്കെ കെട്ടിയിട്ട് സാമ്പത്തികം കാണിക്കില്ല. ഈ വലിയ എസ്റ്റേറ്റുള്ള ടീമൊക്കെ ഉണ്ട്. ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ട് കുറേയൊക്കെ ആൾക്കാർ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ആക്കി തുടങ്ങി. അല്ലാതെ ഒരു 30 ഏക്കറുള്ള സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴും നമ്മൾ കണ്ട ഒരു വിചാരിക്കും പാവങ്ങളാണ്. പക്ഷെ അവർക്ക് നല്ല ക്യാഷുണ്ട്. കാരണം ഈ കാഫിയായിട്ടും ഈ കണ്ടത്തിന്റെ നെല്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ, കൾച്ചറിന്റെ വ്യത്യാസമാണ്. എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ഇവിടെ കുറച്ച് കൂടുതൽ ധാരണകളില്ല. ഞാനൊരു പഠനം നടത്തി ഇവിടെ നിങ്ങളൊരു യാത്ര ചെയ്യണം എന്നാണ് ഒരു അഭിപ്രായം. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ കൊടകില്. അപ്പൊ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഒരു യാത്ര നിങ്ങൾ ഇങ്ങോട്ട് സംഘടിപ്പിക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രസ്ഥാനം നമ്മൾ എന്തായാലും അതിനുവേണ്ടി ഒരു ദിവസം ക്ഷണിക്കുകയാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ? എല്ലാവരും മീഡിയ അല്ലേ, ഇവര് പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇസ്ലാമിക് പ്രോഗ്രാമുകളൊക്കെ പിന്നെ ലൈവ് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും നമ്മൾ മുന്നിലുണ്ടാവണം. തീർച്ചയായിട്ടും പിന്നെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ചെറിയൊരു അഭിമുഖം എന്ന നിലക്ക് സ്ഥാനം ചെറിയ 1-2 കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അതിന് പറ്റിയൊരു സമയ സന്ദർഭമല്ല. അലക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വീണ്ടും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كسرات الظهورك عندنا مثلها طوار يا سيدي يا سيدي. لم يلد ولم يولد ولم يكن له كفوا أحد.